ഹലോ, നമ്മളെ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെല്ലോ പണി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണണം എന്നേ വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ കുട്ടിക്ക് സാധനമെല്ലാം വാങ്ങാൻ പോയ സമയത്ത് അങ്ങനെ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് പോയതാണ്. എടക്കാട് മുഴപ്പിലങ്ങാട് ആ റോഡിലൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ എത്തി. മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു വണ്ടീൻ്റെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ 6 മണിയായി. കുറച്ച് സമയം എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട്. 6 മണിക്ക് അവിടെ എത്തി. അവിടുന്ന് ഒരു 40 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ കാറ് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് വരും. നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാൽ ഇത് കാണാൻ വേണ്ടി പുതുതായിട്ട് പണി കഴിപ്പിച്ച ഭാഗം കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഉള്ളിലേക്ക് കയറ്റി കുറച്ച് സമയം നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിച്ച് ആ ഒരു ഭംഗി ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ കുറേ വണ്ടികൾ ഉണ്ട്, ആൾക്കാരുണ്ട്. എന്നാലും നമുക്ക് അത്രയും ബ്ലോക്ക് ഉള്ള സമയത്ത് നമ്മൾ വിചാരിച്ചത് നല്ല തിരക്കായിരിക്കും. അത്രയും തിരക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സൺസെറ്റെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പുതുതായി പണിയെടുത്ത ഭാഗത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം അടുത്ത ലൈറ്റ് കാണാൻ അതിനായിട്ടാണ് വന്നത് നമ്മൾ. അപ്പോൾ ഏകദേശം സൺസെറ്റായി ഇരുട്ട് തുടങ്ങുന്ന ആ സമയം ആകുമ്പോഴത്തേക്ക് തന്നെ അവർ ലൈറ്റ് ഇടാൻ തുടങ്ങിയിന്. ലൈറ്റ് ഇങ്ങനെ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങലായിരുന്നു. അന്നേരം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ലൈറ്റ് കത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് കാണാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ലൈറ്റ് ഉള്ള ആ നടപ്പാത ഉള്ള ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തെ ബീച്ചിൽ കൂടെ പോകുമ്പോൾ തന്നെ ആ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. പുറത്തുനിന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ദൂരമുണ്ട് ആ ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബീച്ചിലധികം ആൾക്കാരില്ലാത്ത പോലെ നമുക്ക് തോന്നിയത്. അപ്പോൾ ബീച്ചിലും ആൾക്കാരുണ്ട്, മേലെയും കുറേ നിൽക്കാനും ഇരിക്കാനെല്ലാം സ്ഥലമാക്കിയതുകൊണ്ട് അവിടെയും ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ബീച്ചിലധികം തിരക്കില്ലാത്ത പോലെ നമുക്ക് തോന്നി. അവിടുന്ന് ബീച്ചിലേക്ക് നോക്കാനും കാറ്റ് കൊള്ളാനും നല്ല സുഖമാണ്. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് അവിടെയാണ് ആൾക്കാരുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ അടുത്ത താത്ത പറഞ്ഞു നമ്മളോട് ഇങ്ങനെ 11 മണി വരെയെല്ലാം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ സാധനം തീരുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകും. എന്നാലും നല്ല തിരക്കുണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോൾ. അങ്ങനെ നമ്മളിവിടെ ലൈറ്റും നടപ്പാതയിലുള്ള ഭാഗത്തേക്ക് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടുന്ന് പുറത്തേക്ക് നോക്കാനും അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഒരു ഭാഗം പുല്ലെല്ലാം വിരിച്ചിട്ടും ഒരു ഭാഗം നടക്കാനും എല്ലാം ആയിട്ട് കുറേ ലൈറ്റുകളാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളവിടെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെയുള്ള നേരങ്ങൾ. അപ്പോൾ പുല്ലിൽ കുറേ ആൾക്കാർ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമായിരിക്കണം. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരുടാൻ തുടങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ നിന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മുഴപ്പിലങ്ങാട് വഴി പോകേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് കുറച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഒരു റോഡ്